ഈ പിണറായി വിജയൻ്റെ തൈക്കണ്ടി ഫാമിലി അടപടലം പെട്ടിരിക്കുകയാണ്. ഇന്നലത്തെ ഒരു ED റെയ്ഡോടുകൂടി പുതിയ പുതിയ വസ്തുതകൾ വെളിയിലേക്ക് വരുന്നു. EDയുടെ ഇന്നലത്തെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 9 മണിക്കൂറിൽ നീണ്ടുനിന്നാണ് മാധ്യമ വാർത്തകൾ. 9 മണിക്കൂറും തുടർച്ചയായി ചോദ്യം ചെയ്തോ ഇടയ്ക്ക് വിശ്രമം അനുവദിച്ചോ എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിൽ പോലും വീണ വിജയൻ അവിടെ നിന്നിട്ട് ശരിക്കും വിയർത്തു പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇന്നലത്തെ ചോദ്യം ചെയ്യൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരുന്നു എന്നാണ് ഇന്ന് മാധ്യമ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം രാവിലെ ചെന്നു, അവർ ഇടയ്ക്ക് ടീ ബ്രേക്കൊക്കെ കൊടുത്തിട്ടാണ് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്തതിൻ്റെ ഒരു രീതി, ഇവർ ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് ആൻസർ എഴുതി വാങ്ങുകയായിരുന്നു. ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നു, ആൻസർ എഴുതി വാങ്ങുന്നു. ഓരോ ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, അതിൻ്റെ ആൻസർ ഓരോന്നായിട്ട് എഴുതി വാങ്ങുകയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒട്ടും ആശാവഹമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് പിണറായി കുടുംബത്തിന്. കാരണം ഈ വീണയെ സംബന്ധിച്ചിടത്തോളം വീണ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വിദഗ്ധയോ ഒന്നുമല്ല. വീണ ഒരു വളരെ സാധാരണക്കാരാണ്. പിന്നെ അച്ഛൻ്റെ ഈ കിട്ടാനുള്ള പൈസ മോളെ വേല് വന്നു എന്നുള്ള ഒരൊറ്റ പ്രശ്നമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണയ്ക്ക് ഈ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെന്നും അവിടെ ഇരുന്ന് വേർത്തു എന്നാണ്. മാത്രമല്ല എഴുതി കൊടുത്ത ഉത്തരങ്ങൾ പലതും അത്ര ശരിയാവാനുള്ള സാധ്യതയും കുറവാണ്. ഇല്ല, അതിനെക്കുറിച്ച് ഇപ്പോഴും ഇവരുടെ ഒരു വാദം എന്താ, ഞങ്ങളൊരു കമ്പനിക്ക് സേവനം കൊടുത്തു, ആ സേവനത്തിനുള്ള പ്രതിഫലം വാങ്ങിയെടുത്തു എന്നുള്ളതാണ്. അതിനപ്പുറം ഇതിനകത്ത് ഈ മണി ലോണ്ടറിങ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ വീണയെ സംബന്ധിച്ചിടത്തോളം വീണയ്ക്ക് ഇത്രയും നാളും എല്ലാം അച്ഛൻ ചെയ്തതാണ്. അച്ഛൻ്റെ നിഴലിൽ, അച്ഛൻ്റെ തണലിൽ നടന്നു. പിന്നെ അന്നത്തെ സമയത്ത് അയാൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഈ ചോദ്യമുനകൾ അവിടേക്ക് വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധ കോട്ട കെട്ടി മകളെ അച്ഛൻ സംരക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആ ഇമ്മ്യൂണിറ്റി എല്ലാം നഷ്ടമായ സ്ഥിതിയില്ല. മുട്ടയെറിയാനും ആളില്ല, മുദ്രാവാക്യം വിളിക്കാൻ ആരുമില്ല, ഒന്നുമില്ല. അതെ, മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള ഇമ്മ്യൂണിറ്റി നഷ്ടമായപ്പോഴാണ് മുട്ട എറിയാനും കട്ട എറിയാനും ആളിനെ കൊണ്ടുവന്നത്. അതും ശരിയാവില്ല, അതും പണിയാകുമെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആരും കൂട്ടിനില്ല, ആരുമില്ലാതെ ഒറ്റയ്ക്ക് അവിടെ പോയി ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ഇതിനകത്തെല്ലാം ഇവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇതൊക്കെ എൻ്റെ കമ്പനിയിലെ സ്റ്റാഫുകൾ നടത്തിയതാണ്, എനിക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് അവരോട് ചോദിക്കേണ്ടി വരും, അതായത് കമ്പനി ഉണ്ടായിരുന്ന സമയത്തുള്ള സ്റ്റാഫുകൾ നടത്തിയതാണ് എന്നൊരു ഉത്തരം പറഞ്ഞു. അത് ഏതോ വക്കീലന്മാർ പറഞ്ഞു കൊടുത്തു വിട്ടാണ്. പക്ഷേ അതുകൊണ്ടൊന്നും അത് നിലനിൽക്കുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വരാൻ പോകുന്നത്, സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള ഒരുപാട് പേര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, വീണമോൾ അകത്താകാൻ പോകുന്നത് ഈ ED കേസിലല്ല അകത്താകാൻ, ഫെമ കേസിലാണ്. ഫെമ വയലേഷൻ, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മണി, എന്തുവാ വിദേശ പണം കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫെമ, അതിൻ്റെ റെഗുലേഷൻസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആണ് ഈ ഫെമ. ഇതിന് ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അബുദാബിയിൽ ഇവർക്ക് ബാങ്കിൽ അക്കൗണ്ട്, ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നല്ലോ, വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇന്ത്യൻ റെസിഡൻറ്റിന് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരന് വിദേശ രാജ്യത്ത് ഒരു അക്കൗണ്ട് തുറക്കണമെങ്കിൽ RBI കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ മുഴുവൻ പാലിച്ചാൽ മാത്രം, ആ നിബന്ധനകൾ മുഴുവൻ പാലിക്കണം. അത് ഒന്നാമത്തെ കാര്യം, ഈ അക്കൗണ്ടിലേക്ക് ഇന്ത്യയിൽ നിന്നും മണി അങ്ങോട്ട് കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റും, അവിടെ നിന്നും പണം അതിലേക്ക് നിക്ഷേപിക്കാൻ സാധിക്കില്ല. എനിക്കത് ക്രയവിക്രയങ്ങൾ മാത്രമേ ഈ അക്കൗണ്ട് വഴി നടക്കൂ. അപ്പോൾ അബുദാബി ബാങ്കിൽ, അതിൻ്റെ ഒരു കണക്ക്, അബുദാബി ബാങ്കിലാണിത് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ അക്കൗണ്ട് മുഴുവൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതാണ് സംശയാസ്പദം. അക്കൗണ്ട് ക്ലോസ് ചെയ്തു, ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഇവരുടെ ഈ ED കേസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ ഇതേപ്പറ്റിയുള്ള ചോദ്യം വന്നതായിട്ടാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ച് അവർക്ക് മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല. അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തു, അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു, ജോയിന്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്ന് മാത്രമല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അവരുടെ ബാങ്കിൻ്റെ സെർവറിൽ നിന്നും മാറ്റി എന്നാണ്. അതായത് വിദേശ വിനിമയ ചട്ട നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് റെസിഡൻറ്റ് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം, അതായത് LRS, റെസിഡൻറ്റ് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം വഴി പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ഒരു ഇന്ത്യൻ പൗരന് ഒരു വർഷം പരമാവധി $2.5 ലക്ഷം മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് വിദേശ അക്കൗണ്ടുകളിലേക്ക് അയക്കാൻ സാധിക്കുന്നത്. അതിന് പക്ഷേ കൃത്യമായ കാരണവും പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? പഠനം,
അതായത് നമുക്കറിയാം നമ്മുടെ ഇവിടുന്ന് കാനഡയിലേക്കും UK-യിലേക്കും ഒക്കെ പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഇവിടെ പൈസ മാതാപിതാക്കളും ബാങ്ക് വഴി പഠനമുണ്ട്. പിന്നെ യാത്രകൾ, ഇപ്പം നമ്മൾ ഒരാൾ ഒരു യാത്ര പോകുന്നു, ഉലക സഞ്ചാരത്തിന് പോകുന്നു, നമ്മുടെ കയ്യിൽ പണം കുറയുന്നു അല്ലെ പണം തീരുന്നു, ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വിദേശ അക്കൗണ്ടിലേക്ക് നമുക്ക് നിക്ഷേപിക്കാം. ചികിത്സയ്ക്ക് പറ്റും, ഇൻഷുറൻസിന് പറ്റും, ചെറിയ തോതിലുള്ള നിക്ഷേപങ്ങൾക്ക് വേണ്ടി പറ്റും. ഇത്രയും എന്നിവയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ തുക വിനിയോഗിക്കേണ്ടതെന്ന് സുപ്രീം കോടതി മുൻപ് പല കേസുകളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് മറ്റൊരു നിയമവ്യവസ്ഥ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത്തരത്തിൽ ഇന്ത്യൻ പൗരന്മാർ വിദേശത്ത് തുറക്കുന്ന അക്കൗണ്ടുകളിലേക്ക് യാതൊരു കാരണവശാലും വിദേശത്തു നിന്നോ ഇന്ത്യയിലെ മറ്റു സ്രോതസ്സുകളിൽ നിന്നോ നേരിട്ട് പണം സ്വീകരിക്കാൻ അനുവാദമില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പണം അങ്ങോട്ട് ഇടാം, അത് ഈ മുമ്പ് പറഞ്ഞ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് മാത്രം ഇടാം. പക്ഷേ ഇതിൻ്റെ പേരിൽ വൻതോതിൽ ഡോളറോ റിയാലോ ഒന്നും പൗണ്ടോ ഒന്നും നമുക്ക് അതിലേക്ക് വാങ്ങി ഇടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വീണയുടെ വിദേശ അക്കൗണ്ടുകളിലേക്ക് മാസപ്പടിയായോ മറ്റു സേവനങ്ങളുടെ പേരിലോ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ പണം വന്നിട്ടുണ്ടെങ്കിൽ അത് കള്ളപ്പണ നിരോധന നിയമത്തിന്റെ ലംഘനമാണ്. അപ്പോൾ ഇതിന് പിഴ അടച്ചാൽ മതി. പക്ഷേ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വലിയ കൂടിയ ഇതൊന്നുമില്ല. ഇത്ര തുക പിഴ അടയ്ക്കണം. അതായത് ഈ കള്ളപ്പണത്തിന്റെ ടാക്സും മറ്റു കാര്യങ്ങളും അതിനുള്ള ഒരു പിഴ അടച്ചാൽ മതി. പക്ഷെ ഫെമ നിയമലംഘന ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതിനകത്ത് തീവ്രവാദ ബന്ധം, ഭീകരവാദ ബന്ധം, അതിന് പണം കൊണ്ടുപോയി എന്നുള്ള ഒരു വകുപ്പ് കൂടി ഇതിൻ്റെ പരിധിയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ കുറ്റകൃത്യത്തിൻ്റെ ഇത് മാറും, സ്വഭാവം മാറും. അപ്പോൾ ഏറ്റവും ഇന്ത്യയിലെ എന്നല്ല ഇന്റർനാഷണൽ ഇന്ത്യയിലും എല്ലാം പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വരെ പേടിസ്വപ്നമാണ് ഈ ഫെമ നിയമം. അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. അതായത് ഇതിന് പറയുന്നുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം PMLA പ്രൊവിൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്റ്റും വിധ്വംസക പ്രവർത്തനങ്ങളായി പണം സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട കടുത്ത വകുപ്പുകൾ ചുമത്താനും കേന്ദ്ര ഏജൻസിക്ക് നടപടി ഉണ്ട്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിണറായി വിജയന്റെ മകൾ മാത്രമല്ല മകനും ഒരുപക്ഷെ ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക്. അയാൾ അബുദാബിയിൽ ജോലി നടക്കുന്നത്, ഇതുവരെ ബാങ്കിൽ എന്തോ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അയാൾക്ക് അവിടെ ഒരുപാട് സമ്പാദ്യങ്ങളും കാര്യങ്ങളും കൊണ്ട് നേരത്തെ ആരോപണങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പരിശോധനയുടെ ഭാഗത്തേക്ക് വരും. എനിക്ക് തോന്നുന്നു നേരത്തെ ഈ വിവേക് കിരൺ എന്ന് പറയുന്ന പിണറായിയുടെ മകന് ED ഒരു തവണ നോട്ടീസ് അയച്ചു. പിന്നീട് എന്തൊക്കെയോ ബാഹ്യ സമ്മർദ്ദങ്ങളുടെയോ ആന്തരിക സമ്മർദ്ദങ്ങളുടെയൊക്കെ ഫലമായി അതിന് ഫോളോ അപ്പ് ഉണ്ടായില്ല. ഇത് ഒരുപാട് ഇലക്ഷനൊക്കെ മുമ്പാണ്, സജീവമായിരുന്ന കാലഘട്ടത്തിൽ. ഇത് ഒരുപാട് വൈകിയാണെങ്കിലും മനോരമയിൽ ഒരു വാർത്തയായിട്ട് വന്നതിൻ്റെ പേരിൽ ഇത് താമസിച്ചു പോയി, ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല, കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞ് ഇവർ ഒഴിഞ്ഞു മാറി. അതവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ ഈ ഫെമ വയലേഷനും ഈ വിദേശ ബാങ്കിലെ അക്കൗണ്ട് സംബന്ധിച്ച ഡീറ്റെയിൽസ് EDക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോഴാണ് അറിയുന്നത് അക്കൗണ്ട് ക്ലോസ് ചെയ്തു, അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് സംശയത്തിന്റെ ഒരു ആനുകൂല്യം ഉണ്ടല്ലോ അവിടെ. അതെ. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലേക്ക് അന്വേഷണം പോയാൽ ഇവിടെ എങ്ങും ഇത് നിൽക്കില്ല. കാരണം പിണറായി വിജയൻ വരെ അകത്ത് കിടക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇവിടെ നിൽക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു കമ്പനിയിൽ നിന്ന് മാത്രമല്ല ഇവർ മാസപ്പടി പറ്റിക്കൊണ്ട്. അതാണ്, ഇതൊരു വിഷപക്ഷമാണ്. ഇതിന്റെ വേരുകൾ നാനാഭാഗത്തേക്കും പോയിട്ടുണ്ട്. എല്ലായിടത്തുനിന്നും സംഗതി ഊറ്റിയെടുത്തിട്ടുണ്ട് പണം. അതുകൊണ്ട് തന്നെ ഇവർ മാത്രമല്ല, ഇവർക്ക് പൈസ കൊടുത്ത ആളും കൊടുക്കും. അതിനകത്ത് പിണറായി വിജയൻ്റെ കുറച്ച് ലിങ്കുകളുണ്ടല്ലോ. ഫാരിസ് അബൂബക്കറിനെ പോലെയുള്ള കുറേ ആൾക്കാർ, ഈ ഫാരിസ് അബൂബക്കറിനെ പോലുള്ള ആൾക്കാരും ഈ പിണറായി വിജയൻ തമ്മിലുള്ള ലിങ്ക് വളരെ ഉണ്ട്. അപ്പോൾ ഇവർ ദുരൂഹമായ ഇടപാടുകൾ എന്നും ഇയാൾക്കുണ്ട്, ഈ പിണറായി വിജയനുണ്ട്. അപ്പോൾ അതാണിപ്പോൾ പിടി വീണ് വന്ന് കിടക്കുന്നത്, ഈ മകളുടെ കാര്യത്തിൽ വന്ന് കിടക്കുന്നത്. എന്തായാലും ഈ പിണറായി വിജയൻ ഒരു കാര്യത്തിൽ എന്നും അഭിമാനിക്കാം. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, CPM നേതാക്കന്മാരിൽ മക്കളെ കീടി പിടിച്ച് ചോദ്യം ഓടിച്ചുകൊണ്ട് അകത്തിരുത്തിയ ആദ്യത്തെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ്, ഇന്ത്യയിലെ തലമുതിർന്ന നേതാവാണല്ലോ പിണറായി. അതുപോലെ ലാലു പ്രസാദ് യാദവിനെ പോലെ പെരും കൊള്ള നടത്തിയതിൻ്റെ പേരിൽ കേരള ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കൊള്ളപ്പണമെല്ലാം എങ്ങോട്ട് പോയി, ഇദ്ദേഹത്തിൻ്റെ കൊള്ളസംഘത്തിലെ കിങ്കരന്മാരാരൊക്കെയായിരുന്നു, ഇതുവഴിയൊക്കെ ഈ കിഫ്ബി വഴിയൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് നമുക്കൊന്നും അറിയില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കിഫ്ബി നിയന്ത്രിച്ച്. ഏതായാലും EMS, നായനാർ, VS തുടങ്ങി എത്രയോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ട്. സത്യം പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പിണറായി വിജയൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് വിചാരിക്കുക. അതിനിടയ്ക്ക് വേറൊരു രസം കൂടിയുണ്ട്. വീണാ വിജയൻ ഇപ്പോഴും വീട്ടിൽ പട്ടുമെത്തയിൽ കിടക്കുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ എന്നറിയില്ല. 10-26 എണ്ണം
സെൻട്രേലി കൊതുകടിയും കൊണ്ട് കിടപ്പുണ്ട്. മറ്റേ മുട്ടയേറ്, ചിട്ടിയേറ് എല്ലാം ഞങ്ങളുടെ പ്രിയ സഖാവിൻ്റെ വീണമോൾക്ക് വേണ്ടി, വീണക്കുഞ്ഞ് എന്ന് നമ്മൾ പാട്ട് കേട്ടു, ഈ വീണക്കുഞ്ഞിന് വേണ്ടിയായിരുന്നു. അപ്പോൾ വീണക്കുഞ്ഞ് വേണ്ടി ഇതിലൂടെ മൂട്ടി തീ പിടിച്ച് ഓടുകയാണ് തെക്കോട്ട് മടക്കട്ടെ. കാരണം വീണക്കുഞ്ഞിന് ഈ തട്ടിപ്പുകൾ വിശദീകരിക്കാൻ അറിയില്ല, അഭിഭാഷകനെ അനുവദിക്കുകയുമില്ല. അപ്പോൾ കുഴയേണ്ടി വരും. ഈ പൈസ വരുമ്പോൾ വീണക്കുഞ്ഞാകെ പറയുന്നത് എൻ്റെ കമ്പനി MS ഓഫീസ് ഫിറ്റ് ചെയ്തതിനാണ് ഞാൻ ഇത്രയും കാശ് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെ, അപ്പം MS ഓഫീസ് ഫിറ്റ് ചെയ്തതിനാണ് കാശ് മേടിച്ചുകൊണ്ടിരുന്നത്. ആ കാശ് ഏത് വഴിക്ക് പോയി എന്ന് എനിക്കറിയില്ല. അത് എൻ്റെ കമ്പനിയിലുണ്ടായിരുന്നു. അനക്കറിയില്ല. കമ്പനി ഇപ്പൊ കമ്പനിയിൽ ഉണ്ടായിരുന്നവരെ തലയിലോട്ട് വെക്കാൻ ശ്രമിക്കുകയാണ്. ഈ കമ്പനിയെ തട്ടിക്കൂട്ട അമ്മയുടെ പെൻഷൻ കാശും കൊണ്ട് തുടങ്ങിയ ഒരു കമ്പനി, യാതൊരു പ്രവർത്തന മൂലധനവും ഇല്ലാത്ത ഒരു കമ്പനി, അത് കർത്തായുടെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ മേടിക്കുന്നു. പിന്നീട് CMRL നിന്ന് തന്നെ ഈ പൈസ എടുത്ത് തിരികെ അത് വീട്ടുന്നു. CMRL എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം മാത്രമാണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് കാര്യം. വേറെ എത്രയോ സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടാണല്ലോ. ഇവർ സേവനം കൊടുത്ത കമ്പനികളുടെ ലിസ്റ്റ് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ വൻകിട കമ്പനികൾ പലതും ഉണ്ട്. ഒരു കമ്പനിയുടെ ഉടമസ്ഥന്റെ അടുത്ത ബന്ധുവിനെ ഒരു കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറാക്കിയിട്ടുണ്ടെന്നാണ് ആരോപണം. അപ്പോൾ ഇതെല്ലാം ഓരോ കാര്യത്തിനായിട്ട് കോഴ വാങ്ങാൻ വേണ്ടി സെറ്റ് ചെയ്ത ഒരു സംവിധാനമായിരുന്നു ഈ കമ്പനി എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അത് CPMന്റെ നേതാക്കൾക്കും മനസ്സിലായി വരുന്നു. അതുകൊണ്ടാണ് MA ബേബിയും അതുപോലെ തന്നെ P രാജീവും തോമസ് ഐസക്കും ഒക്കെ സൈദ്ധാന്തിക ഭാഷ വിട്ട് സാധാരണക്കാരൻ്റെ ഭാഷയിൽ വരുന്നു എന്ന് മാത്രമല്ല, പിണറായിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ അതിൻ്റെ പിന്നാലെ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും വീണമോളുടെ കേസ് ഇവിടെയെങ്കിലും നിൽക്കുമെന്ന് തോന്നുന്നില്ല. പിണറായി വിജയൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയുള്ള ഇരിപ്പ് അത് എത്ര ദിവസം കൂടി ഇനി ഉണ്ടാകും എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അക്കാര്യത്തിലൊരു തീരുമാനമാകും. മകൾ അറസ്റ്റിലായാൽ പിണറായി വിജയൻ കസേരയിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. MLA സ്ഥാനം വരെ രാജിവെക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സമ്മർദ്ദമുണ്ടാകും. അങ്ങനെ നിങ്ങൾ KC വേണുഗോപാലിന് വേണ്ടി രാജിവെക്കുന്ന സീറ്റിലേക്ക് ഒരു ബൈ ഇലക്ഷൻ നടക്കും എന്ന് സ്വപ്നം കണ്ടിരുന്ന എല്ലാവർക്കും ഇനിയിപ്പോൾ ധർമ്മടത്തെ ഒരു ബൈ ഇലക്ഷൻ വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ട് തന്നെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്.